നമസ്കാരം കേരള PSC ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മാത്സ് ആൻഡ് മെന്റലബിലിറ്റി വിഭാഗത്തിലെ മുൻകാല ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ മോക്ക് ടെസ്റ്റ് സീരീസിലെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം എത്ര സ്കോർ കിട്ടിയെന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ കൂടിയാണ് ഞാൻ. അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ പേര് അനൂപ് എസ് പിള്ള എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾ ചെയ്യുവാനും 1.5 മിനിറ്റ് സമയമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും ചെയ്ത് തീരുന്നത് വരെ നിങ്ങൾ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുവാനോ പോസ് ചെയ്ത് വെക്കുവാനോ പാടുള്ളതല്ല. ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വിശദീകരിച്ച് സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച ആൻസറും അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആകെ എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇപ്പോൾ എക്സാം തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും തയ്യാറായിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.
ഇപ്പോൾ എല്ലാവരും എക്സാം നല്ലതുപോലെ അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്ന് വിശദീകരിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? An amount is divided among P, Q, R in the ratio 2:5:7. If P's share is rupees 3,000, then the difference between the shares of Q and R is. അതായത് P, Q, R എന്നീ 3 പേരുണ്ട്. ഒരു തുക ഇവരുടെ ഇടയിൽ 2:5:7 എന്നുള്ള അംശബന്ധത്തിൽ വിഭജിച്ചു കൊടുത്തു. അതിൽ പിയുടെ ഷെയർ നമുക്ക് തന്നിട്ടുണ്ട് 3000 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ആറിൻ്റെയും ക്യൂവിൻ്റെയും ഷെയറുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 2 എന്നുള്ള റേഷ്യോ 3000-ന് തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആറിൻ്റെയും ക്യൂവിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും റേഷ്യോ? 7 - 5. ഇവരുടെ രണ്ടുപേരുടെയും റേഷ്യോ തമ്മിൽ ഡിഫറൻസ് എടുക്കുക. 5 വന്നു, അതും 2 തന്നെയാണ് വന്നത്. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 3000 ആണെങ്കിൽ ഇവിടെയും 2 എന്ന് പറഞ്ഞാൽ 3000 തന്നെ ആയിരിക്കും. അതായത് ആറിൻ്റെയും എസിൻ്റെയും ഷെയറുകൾ തമ്മിലുള്ള ഡിഫറൻസും 3000 തന്നെ ആയിരിക്കും. 3000 ശരി ഉത്തരം. എ ഓപ്ഷൻ ആയിരുന്നു കറക്റ്റ് ആൻസർ. അപ്പോൾ ആ നിശ്ചിത സമയത്തിനുള്ളിൽ എ ഓപ്ഷൻ കിട്ടിയവർ 1 മാർക്ക് കിട്ടിയതായിട്ട് മാർക്ക് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഫോർ വിച്ച് 3, 5, p + 5, 25 ആർ ഇൻ പ്രപ്പോർഷൻ. അതായത് 3, 5, p + 5, 25 ഈ 4 സംഖ്യകൾ ഇൻ പ്രപ്പോർഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് പഠിച്ചിട്ടുണ്ട് എ, ബി, സി, ഡി ഇങ്ങനെ 4 നമ്പേഴ്സ് ഇൻ പ്രപ്പോർഷൻ തന്നു കഴിഞ്ഞാൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? എക്സ്ട്രീം ടേംസിൻ്റെ പ്രോഡക്റ്റും മിഡിൽ ടേംസിൻ്റെ പ്രോഡക്റ്റും തുല്യമായിരിക്കണം. അതായത് എ ഡി = BC ആയിരിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 3, 5, p + 5, 25 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ്ട്രീം ടേംസിൻ്റെ പ്രോഡക്റ്റായ 25 × 3 മിഡിൽ ടേംസിൻ്റെ പ്രോഡക്റ്റ് p + 5 × 5 തുല്യമായിരിക്കണം. അപ്പോൾ 25 × 3 75 വരുന്നത്. 75 വരുന്നത്. ഇവിടെ p + 5 × 5 ആണ് 75. അപ്പോൾ എന്തിനെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 75 വരുന്നത്? 15 × 5 ആണ് 75. അപ്പോൾ p + 5 നമുക്ക് 15 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. p + 5 = 15 ആണ്. p എന്നുള്ളതിനെ 15 - 5 10 എന്ന് കിട്ടും. അപ്പോൾ പിയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് 10 ആണ്. സി ഓപ്ഷൻ ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതും ആ സമയത്തിനുള്ളിൽ ശരിയാക്കിയവർ 1 മാർക്കായിട്ട് കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ആകെ കിട്ടിയ മാർക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരുടെ സ്കോറുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്തായിരുന്നു? In a class of 30 children, 40% are girls. How many more girls coming to this class would make them 50%? അതായത് 30 കുട്ടികൾ ആകെ ഉള്ള ഒരു ക്ലാസ്സിൽ 40% ഗേൾസ് ആണ്. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 60% ബോയ്സ് ആയിരിക്കും. അപ്പോൾ എത്ര കുട്ടികൾ കൂടി വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ എണ്ണം 50% ആകുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇപ്പോഴുള്ള അവരുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 30ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 12 ആണ്. 30ൻ്റെ 60% എന്ന് പറഞ്ഞാൽ 18 ആണ്. അതായത് ഇപ്പോൾ 12 ഗേൾസും 18 ബോയ്സുമാണ് ആ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം 50% ആക്കാമെന്ന് പറഞ്ഞാൽ 2 ആൾക്കാരുടെ എണ്ണവും തുല്യമായിരിക്കണം. ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണവും തുല്യമായിരിക്കണം. അപ്പോൾ ബോയ്സ് ഇപ്പോൾ 18 ആൾക്കാരുണ്ട്, 18 ആൾക്കാരുണ്ട്. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണവും 18 തന്നെ ആക്കണം. എന്നാൽ മാത്രമേ 2 പേരും തുല്യമായിട്ട് വരികയുള്ളൂ, 50% വരികയുള്ളൂ. അപ്പോൾ ഇപ്പോൾ 12 പേരുണ്ട്. അപ്പോൾ എത്ര ഗേൾസ് കൂടി ആഡ് ചെയ്യണം? 6 പെൺകുട്ടികളുടെ വന്നു കഴിഞ്ഞാൽ 18 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാകും. ടോട്ടൽ കുട്ടികളുടെ എണ്ണം 36 ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം 6 ആണ് കറക്റ്റ് ആൻസർ. എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ശരിയാക്കിയവർ 1 മാർക്കായിട്ട് കൂട്ടുക. നാലാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? In an examination, A obtains 48% of full marks and B obtains 33% of full marks. Together they get 567 marks. Find the full marks. അതായത് ഒരു എക്സാമിനേഷനിൽ എക്ക് ആകെ മാർക്കിൻ്റെ 48% മാർക്ക് വാങ്ങിച്ചു, ബിക്ക് 33% മാർക്ക് കിട്ടി. 2 പേരും കൂടി ചേർന്ന് കിട്ടിയ മാർക്ക് 567 തന്നിട്ടുണ്ട്.
അപ്പോൾ ശതമാനത്തിൽ പറയുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും തുക എത്ര ശതമാനം വരും? ആകെ മാർക്കിൻ്റെ 48, 33 എത്ര വരും? 81% മാർക്കാണ് ഇവർ വാങ്ങിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വാങ്ങിച്ച മാർക്ക് 567 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ആ പരീക്ഷയുടെ 81% മാർക്ക് 567 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആ പരീക്ഷയുടെ ഫുൾ മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 100%മാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? 81% 567 ആണെങ്കിൽ 1% എത്രയായിരിക്കും? 567/81 ആയിരിക്കും. നമുക്ക് 100%ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുക. 81 × 7 ആണ് 567 വരുന്നത്. 8 × 7 56, 1 × 7 1. അപ്പോൾ 7 × 100 700 എന്ന് കിട്ടും. അപ്പോൾ ആ പരീക്ഷ നടന്നത് 700 മാർക്കിനാണ്. സി ഓപ്ഷൻ ആയിരുന്നു കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ശരിയാക്കിയവരും 1 മാർക്കായിട്ട് കൂട്ടുക. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? A merchant sells 2 dolls of price respectively ₹100 and ₹150 with a profit of 30% on first and a loss of 30% on second. What is his net profit or loss? ഇതേ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്ത് പഠിച്ചതാണ്. അത് നിങ്ങൾ ചെയ്ത് പഠിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. അപ്പോൾ എന്താണ് ചോദ്യത്തിൻ്റെ അർത്ഥം? ഒരു കച്ചവടക്കാരൻ 2 പാവകൾ, ആദ്യത്തേതിന് 100 രൂപയും രണ്ടാമത്തേതിന് 180 രൂപയുമായിരുന്നു എൻ്റെ കോസ്റ്റ് പ്രൈസ്. അവയെ യഥാക്രമം 30% ലാഭത്തിനും ആദ്യത്തേത് 30% ലാഭത്തിനും രണ്ടാമത്തേത് 30% നഷ്ടത്തിനും വിറ്റു. അങ്ങനെയാണെങ്കിൽ ആ കച്ചവടത്തിൽ അയാൾക്ക് ആകെ എത്ര ശതമാനം പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ് ആണ് ഉണ്ടായതെന്നാണ് ചോദ്യം. ഇപ്പോൾ എങ്ങനെ ചെയ്യും? 2 ഡോളുണ്ട്, D1 D2 2 ഡോളുണ്ട്. അവിടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഡോളിൻ്റെ വില 100 രൂപയും രണ്ടാമത്തെ ഡോളിൻ്റെ കോസ്റ്റ് പ്രൈസ് 180 രൂപയുമാണ്. അതിനെ വിറ്റത് എങ്ങനെയാണ്? ആദ്യത്തെ ഡോളിന് 100 രൂപയുടെ ഡോളിനെ 30% ലാഭത്തിനാണ് വിറ്റത്. അതായത് 100 രൂപയുടെ സാധനം 30% ലാഭം എന്ന് പറഞ്ഞാൽ 130 രൂപയ്ക്ക് വിറ്റു. രണ്ടാമത്തേതിനെ 30% നഷ്ടത്തിനാണ് വിറ്റത്. അതായത് 150ൻ്റെ 30% നഷ്ടം എന്ന് പറഞ്ഞാൽ എത്ര വരും? 45 രൂപയുടെ കുറവുണ്ടാവും. അപ്പോൾ 180ൽ നിന്ന് 45 കുറയ്ക്കുക, 105 രൂപയ്ക്ക്, 30% നഷ്ടത്തിനാണ് 105 രൂപയ്ക്കാണ് വിറ്റത്. ഇനി നമ്മൾ ടോട്ടൽ എടുക്കുക. 2 ഡോളിനും കൂടി ടോട്ടൽ CP എത്രയാണ് വന്നത്? 100 + 180 250 രൂപയാണ്. ഇവിടെ എത്രയാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് വന്നത്? രണ്ടും കൂടി വിറ്റപ്പോൾ 235 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി നഷ്ടമാണ് ഉണ്ടായത്. 250 രൂപ മുതൽ മുടക്കുള്ള 2 സാധനങ്ങൾ 235 രൂപയ്ക്ക് മാത്രമേ വിൽക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? 15 രൂപയുടെ കുറവുണ്ടായി. അതിന് നഷ്ടശതമാനം ചോദിക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 250 രൂപയുടെ സാധനത്തിന് 15 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ ശതമാനത്തിലാക്കുമ്പോൾ 250ൽ 15 × 100 എടുക്കുക. 50 2 100, 55 250, 5 × 3 15 വരും, 3 × 2 6% ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? എ ഓപ്ഷൻ ആയിരുന്നു ശരി ഉത്തരം. അപ്പോൾ ഇത് എ ഓപ്ഷൻ കിട്ടിയവർ 1 മാർക്കായിട്ട് കൂട്ടുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ചാനലിൻ്റെ GK ആൻഡ് മാത്സ് റിവിഷൻ ക്ലാസ്സുകൾ ടെലിഗ്രാമിൽ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഈ ക്ലാസ്സുകൾ ലഭിക്കുവാൻ നിങ്ങളുടെ ഫോണിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. പ്ലേ സ്റ്റോറിൽ നിന്നും വാട്സപ്പ് പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന കാര്യങ്ങൾ ചെയ്യുക. ആദ്യത്തെ ചാനൽ എന്ന് പറയുമ്പോൾ GK റിവിഷൻ ചാനലാണ്. ടെലിഗ്രാമിൽ ഞാൻ അൺഅക്കാഡമിയിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത റിവിഷൻ ക്ലാസ്സുകളുടെ എല്ലാ ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പോൾ ഈ ചാനൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തും ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ടെലിഗ്രാമിൽ അനൂപ് GK റിവിഷൻ @unacademy എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ മാത്സ് വിഭാഗത്തിലെ ക്ലാസ്സുകളെല്ലാം കൂടി ഷെയർ ചെയ്തിരിക്കുന്ന മറ്റൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അനൂപ് മാത്സ് @unacademy എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. ചോദ്യം എന്താണ്? A person sells 36 oranges per rupee and incurs a loss of 4%. Find how many per rupee to be sold to have a gain of 8%. അതായത് ഒരാൾ 36 ഓറഞ്ച് 1 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞു. സെൽസ് 36 ഓറഞ്ചസ് പെർ റുപ്പി. 1 രൂപയ്ക്ക് 36 ഓറഞ്ച് എന്നുള്ള രീതിയിൽ വിറ്റു. അപ്പോൾ 4% നഷ്ടമുണ്ടായി, ലോസ് ഉണ്ടായി. എങ്കിൽ 1 രൂപയ്ക്ക് എത്ര ഓറഞ്ച് വെച്ച് വിറ്റാൽ 8% ലാഭം ലഭിക്കുമെന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യും? 1 രൂപയ്ക്ക് 36 ഓറഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും?
1/36 വിറ്റത്. അപ്പോൾ ആ 1/36 എന്ന് പറഞ്ഞ വില എന്ന് പറഞ്ഞാൽ 4% നഷ്ടമാണ്. അതായത് യഥാർത്ഥ കോസ്റ്റ് പ്രൈസിൻ്റെ 96%, ആ ഓറഞ്ചിന് യഥാർത്ഥത്തിൽ മുടക്കിയ തുകയുടെ 96%മാണ് 1/36 എന്ന് പറഞ്ഞ രൂപ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8% പ്രോഫിറ്റാണ്. അതായത് 108% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 8% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 100ൻ്റെ കൂടെ അതിൻ്റെ 8% കൂടി വരും. 108%മാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? 96% എന്നാൽ 1/36 ആണെങ്കിൽ 1% എത്രയായിരിക്കും? 1/36 / 96, അതായത് 96 മൾട്ടിപ്ലൈ ചെയ്യും താഴെ 108% ആകുമ്പോൾ ഇൻറ്റു 108 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര വരും? 36 × 3 ആണ് 108 വരുന്നത്. 90 + 18 108 വരും. 3ഉം 96ഉം കൂടി വെട്ടുമ്പോൾ എത്ര വരും? 32 എന്ന് വരും. അപ്പോൾ അതിൻ്റെ 108% എന്ന് പറഞ്ഞാൽ 1/32 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് 1 രൂപയ്ക്ക് 32 ഓറഞ്ച് വിൽക്കണം. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ? 32 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ചോദ്യം അതുതന്നെയാണ്, ഹൗ മെനി പെർ റുപ്പി ടു ബി സോൾഡ് ടു ഹാവ് എ ഗെയിൻ ഓഫ് 8%. 1 രൂപയ്ക്ക് എത്ര ചോക്ലേറ്റ് വെച്ച് അല്ലെങ്കിൽ എത്ര ഓറഞ്ച് വെച്ച് വിറ്റാൽ 8% ലാഭം ലഭിക്കുമെന്നാണ് ചോദ്യം. നമുക്കത് ചെയ്തു വന്നപ്പോൾ 1/32 എന്ന് കിട്ടി. സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ സി ഓപ്ഷൻ കിട്ടിയവർ 1 മാർക്കായിട്ട് കൂട്ടുക. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? In an examination, 40% students fail in maths, 30% in English and 15% in both. Find the pass percentage. അതായത് ഒരു പരീക്ഷയിൽ, ഇപ്പോൾ നമ്മൾ വെൻ ഡയഗ്രാം മെത്തേഡ് വഴി ചെയ്ത് നോക്കാം. ഒരു പരീക്ഷയിൽ 2 സബ്ജക്റ്റ് ഉണ്ട്, മാത്സും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഇപ്പോൾ നമ്മൾ തോറ്റ സ്റ്റുഡൻസിൻ്റെ, ഫെയിൽഡ് സ്റ്റുഡൻസിൻ്റെ ഗ്രാഫാണ്, വെൻ ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. അതിൽ 40 സ്റ്റുഡൻസ് മാത്സിന് ഫെയിലായി. ഇപ്പോൾ ടോട്ടൽ മാത്സിന് തോറ്റവർ 40%, ഇംഗ്ലീഷിന് ടോട്ടൽ തോറ്റത് 30% ആൾക്കാരാണ്. 15% ഇതിന് രണ്ടിനും തോറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ കോമൺ ആയിട്ട് 15% പേരും തോറ്റു. അപ്പോൾ മാത്സിന് മാത്രമായിട്ട് എത്ര പേര് തോറ്റ് കാണും? മാത്സ് ടോട്ടൽ 40% പേര് തോറ്റു. അതിൽ 15% പേര് മാത്സിനും ഇംഗ്ലീഷിനും തോറ്റതാണ്. അപ്പോൾ മാത്സിന് മാത്രമായിട്ട് എത്ര പേര് തോറ്റ് കാണും? 40 - 15 25% പേരായിരിക്കും. ഇവിടെ ഇംഗ്ലീഷിന് മാത്രമായിട്ട് എത്ര പേരായിരിക്കും തോറ്റത്? 30-ൽ 15 കോമൺ ആണ്. അപ്പോൾ ബാക്കി 15%മാണ് മാത്സിന് മാത്രം, ഇംഗ്ലീഷിന് മാത്രമായിട്ട് തോറ്റത്. അപ്പോൾ ഒരു വിഷയത്തിനോ അല്ലെങ്കിൽ 2 വിഷയത്തിനോ ചേർത്ത് എത്ര പേര് തോറ്റിട്ടുണ്ടാകെ? 25ഉം 15ഉം 40ഉം 15ഉം 55 സ്റ്റുഡൻസ് ആണ് അവിടെ ആകെ ഒരു വിഷയത്തിന് അല്ലെങ്കിൽ 2 വിഷയത്തിനായിട്ട് തോറ്റിട്ടുള്ളത്, ഫെയിൽഡ് സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. നമ്മൾ ചോദ്യം പാസ് പെർസെൻറ്റേജ് ആണ്. പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിനും തോൽക്കാത്തവരാണ്. അപ്പോൾ ടോട്ടൽ 100% ഉള്ളവരിൽ 55% പേര് തോറ്റവരാണ്. അപ്പോൾ ബാക്കി പാസ് പെർസെൻറ്റ് എത്രയായിരിക്കും? 45% പേരാണ് ഒരു വിഷയത്തിന് പോലും തോക്കാത്തത്. അപ്പോൾ 45% ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതാണ് വെൻ ഡയഗ്രാം മെത്തേഡ് വഴി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഒരു മെത്തേഡ് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പം ചെയ്യാം. ടോട്ടൽ 100% മൈനസ് ഇത് രണ്ടും കൂടി കൂട്ടുക, 40 + 30. ഇനി കോമൺ ആയിട്ട് വരുന്ന ഭാഗം കുറയ്ക്കുക, 15. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പാസ് പെർസെൻറ്റേജ് കിട്ടും. ഈ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഷോർട്ടായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. 100 - 40 + 30 70, 70 - 15 55 എന്ന് വരും. അപ്പോൾ 100 - 55 45% എന്ന് വരും. നമുക്ക് ഈ കിട്ടിയ ആൻസർ തന്നെ ഡയറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഐഡിയ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത് 45% കിട്ടിയവർ 1 മാർക്കായിട്ട് കൂട്ടുക. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? The average age of 29 boys in the class is 14 years. When the age of the class teacher is included, the average becomes 15 years. The age of the class teacher is. നമ്മൾ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 29 ബോയ്സ് ഉള്ള ഒരു ക്ലാസ്സിലെ ആവറേജ് വയസ്സെന്ന് പറഞ്ഞാൽ 14 വയസ്സാണ്. ടീച്ചർ കൂടി വന്നപ്പോൾ, ക്ലാസ് ടീച്ചർ കൂടി വന്നപ്പോൾ അവയുടെ ആവറേജ് 15 ആയിട്ട് മാറി. അപ്പോൾ ടീച്ചറിൻ്റെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ന്യൂ ആവറേജ് പ്ലസ് ഓൾഡ് നമ്പർ ഇൻറ്റു ചേഞ്ച് ഇൻ ആവറേജ്. ഇപ്പോൾ എത്ര വരും? ഇവിടുത്തെ പുതിയ ആവറേജ് എത്രയാണ്? 15 ആണ്. 15 പ്ലസ് ഓൾഡ് നമ്പർ, ടീച്ചർ വരുന്നതിന് മുമ്പ് എത്ര ആൾക്കാരുണ്ടായിരുന്നു ക്ലാസ്സിൽ? 29 പേരുണ്ടായിരുന്നു. ഇൻറ്റു ചേഞ്ച് ഇൻ ആവറേജ്, ആവറേജ് എത്രയായിട്ട് കൂടി? +1, 1ൻ്റെ വ്യത്യാസമാണ് ഉണ്ടായത്. അപ്പോൾ എത്ര വരും? 29 പ്ലസ് 15 എത്ര വരും? 44 എന്ന് വരും. 44 ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ
അപ്പോൾ ഈ ഇക്വേഷൻ ആദ്യമായിട്ട് അറിയുന്നവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇത് ശരിയാക്കിയവർ 1 മാർക്കായിട്ട് കൂട്ടുക. 44 ആൻസർ കിട്ടിയവർ 1 മാർക്കായിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ദ ജിയോമെട്രിക് മീൻ ഓഫ് 4, 5, 20, 25 ഒരു പുതിയ ടേമാണ് ജിയോമെട്രിക് മീൻ. അപ്പോൾ ജിയോമെട്രിക് മീൻ ഓഫ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ A, B, C, D എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് എത്ര നമ്പർ ഉണ്ടോ അതിൻ്റെ അത്രയും റൂട്ട് എടുക്കുക. ഇപ്പോൾ 4 നമ്പർ ഉണ്ടെങ്കിൽ 4th റൂട്ട് എടുക്കുക, എന്നിട്ട് സംഖ്യകളുടെ എല്ലാം കൂടി പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ ജിയോമെട്രിക് മീൻ ഓഫ് A, B, C എന്നാണ് ചോദിച്ചെങ്കിൽ എങ്ങനെ എഴുതും? 3 സംഖ്യകളുള്ളത്. ഇപ്പോൾ ക്യൂബ് റൂട്ട് എടുക്കുക, എന്നിട്ട് Aയും Bയും Cയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 4 സംഖ്യകളുണ്ട്, 4th റൂട്ടാണ് എടുക്കേണ്ടത്. എങ്ങനെ വരും? 4th റൂട്ട് ഓഫ് 4 × 5 × 20 × 25 വരും. എത്ര വരും? 20 × 5 100 വരും, 25 × 4 100 വരും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 × 100, സ്ക്വയർ റൂട്ട് അല്ല 4th റൂട്ട്. അപ്പോൾ എത്ര വരും? 4th റൂട്ട് ഓഫ് 10,000 എന്ന് വരും. 10⁴ ആണ് 10,000 വരുന്നത്. അപ്പോൾ അതിൻ്റെ 4th റൂട്ട് എടുക്കുമ്പോൾ 10 എന്ന ആൻസർ വരും. സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ശരിയാക്കിയവർ 1 മാർക്കായിട്ട് കൂട്ടുക. എന്താണ് ജിയോമെട്രിക് മീൻ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഐഡിയ കൂടി ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഇഫ് എ സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഡബിൾസ് ഇൻ 7 years ഇറ്റ് വിൽ ബിക്കം 4 times. അതായത് 100 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചതെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 7 വർഷം കൊണ്ട് അത് ഇരട്ടിയായിട്ട് മാറും. 200 രൂപയായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, 200 രൂപയായിട്ട് തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് പലിശയായിട്ട് 100 രൂപ കിട്ടണം. അങ്ങനെയല്ലേ 100 + 100 200 കിട്ടുകയുള്ളൂ. നമ്മുടെ ചോദ്യം ഇതുപോലൊരു 100 രൂപ ഇട്ടാൽ അതിൻ്റെ 4 ഇരട്ടിയാകാൻ എത്ര വർഷം, അതായത് 400 എടുക്കാൻ എത്ര വർഷം എടുക്കുമെന്നാണ് ചോദ്യം. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എല്ലാ വർഷവും തുല്യ പലിശ തന്നെ ആയിരിക്കും. അപ്പോൾ 4 ഇരട്ടി ആകണമെങ്കിൽ പലിശയായിട്ട് നമുക്ക് എത്ര കിട്ടണം? 300 രൂപ കൂടി പലിശയായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ 100 + 300 400 കിട്ടുകയുള്ളൂ. അപ്പോൾ 7 വർഷം കൊണ്ട് 100 രൂപ കിട്ടുമെങ്കിൽ 300 രൂപയ്ക്ക് എത്ര വർഷം എടുക്കും? 7 × 3 എടുക്കുക. അങ്ങനെ 3 വർഷവും 100 100 വെച്ച് 7 വർഷം കഴിയുമ്പോൾ 300 രൂപ കിട്ടും. അപ്പോൾ 7 × 3 21 ആണ് കറക്റ്റ് ആൻസർ. 21 വർഷം കൊണ്ട് ഇതേ പലിശ നിരക്ക് വെച്ചാണെങ്കിൽ ഈ തുക 4 മടങ്ങായിട്ട് മാറി 400 മാറും. അപ്പോൾ ഡി ഓപ്ഷൻ 21 years ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് 21 years എന്ന് ആ നിശ്ചിത സമയത്തിനുള്ളിൽ കിട്ടിയവരെ 1 മാർക്കായിട്ട് കൂട്ടുക. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ₹800 becomes ₹956 in 3 years at a certain rate of simple interest. If the rate of interest is increased by 3%, what amount will ₹800 becomes in 3 years? അതായത് 800 എന്നുള്ളൊരു തുക 956 3 വർഷം കൊണ്ട് ഒരു പ്രത്യേക സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3%, ഈ പലിശ നിരക്കിൽ നിന്നും ഒരു 3% കൂടി കൂട്ടിയിരുന്നുവെങ്കിൽ ഈ 3 വർഷം കൊണ്ട് തുക എത്രയായി മാറിയേനെ എന്നാണ് ചോദ്യം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എല്ലാ വർഷവും തുല്യ മുതലിൻ്റെ പലിശ തന്നെയാണ് കൂടി വരുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞിരുന്ന 800 രൂപയ്ക്ക് 3% വർധനവ് 3 വർഷം ഉണ്ടാകുന്നു. അതായത് 3 × 3 9% വർധനവ് ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന 956 കൂടെ 800 9% കൂടി കൂട്ടിയാൽ നമുക്ക് ആ ചേഞ്ച് കിട്ടും. എത്രയാണ് 800 9%? 72 എന്ന് വരും. അപ്പോൾ നേരത്തെയുള്ള 956 പഴയ നിരക്കിലുള്ള 956 എന്നുള്ള തുകയുടെ കൂടെ 3% വീതം 3 വർഷത്തേക്ക് കൂടുമ്പോൾ ആകെ 9% വർധനവുണ്ടാകും. എന്തിൻ്റെയാണ് 9%? നമ്മൾ നിക്ഷേപിച്ച തുകയുടെ. അപ്പോൾ 72 കൂടി കൂട്ടുക. 956 + 72 എത്ര വരും? 8, 2, 10. 1028 രൂപയായിരിക്കും പുതിയ എമൗണ്ട്. എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് എ ഓപ്ഷൻ കിട്ടിയവർ ഒരു മാർക്കായിട്ട് കൂട്ടുക. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? The difference between simple interest and compound interest on rupees 2500 for 2 years at 6% per annum is. അതായത് 2500 രൂപയ്ക്ക് 2 വർഷത്തേക്ക് 6% പലിശ നിരക്കിലാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും നിക്ഷേപിച്ചാൽ അവയുടെ തുക തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. ഇത് നമ്മൾ ചെയ്യാനുള്ള പഠിച്ചിട്ടുണ്ട്. ഡി ഫോർ 2 years, അതായത് 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പവഴിയുണ്ട്. പി ഇൻറ്റു r²/100² ആണ്. പി എന്താണ്? നിക്ഷേപിച്ച തുകയാണ്. ഇവിടെ 2500 ആണ്. റേറ്റ് എത്രയാണ്? 6% ആണെന്ന് തന്നിട്ടുണ്ട്. 2 വർഷമായതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. n2 ആകുമ്പോഴാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വരും? ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 2500 ഇൻറ്റു r² എത്രയാണ്? 36/100². എത്ര വരും? 100ഉം 100ഉം ക്യാൻസൽ ആയിപ്പോൾ 25 4 100, 4 36 വെട്ടുമ്പോൾ 9 രൂപ എന്ന് വരും. അതായത് അതിൻ്റെ അർത്ഥം 2500 രൂപ 2 വർഷത്തേക്ക് 6% പലിശ നിരക്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും നിക്ഷേപിച്ചാൽ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ 9 രൂപയുടെ വ്യത്യാസമായിരിക്കും. എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 9 രൂപ എന്ന ആൻസർ കിട്ടിയവർ ശരി ഉത്തരമായിട്ട് മാർക്ക് ചെയ്യുക, ഒരു മാർക്കായിട്ട് കൂട്ടുക. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹8,000 ഫോർ 1.5 years at 10% per annum if interest is being calculated half yearly. ഇപ്പോൾ ഹാഫ് ഇയർലി ആകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ അർദ്ധവാർഷികമായിട്ടാണ് പലിശ നിരക്ക് കാണുന്നത്. അപ്പോൾ 1.5 ഇയേഴ്സിൻ്റെയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ അതിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 1.5 വർഷമൊന്നുമല്ല, അതിൽ എത്ര അർദ്ധവാർഷികങ്ങളുണ്ട്? 3 ഹാഫ് ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വർഷം 3 എടുക്കുക. പലിശ എത്രയാണ്? 10% ഒരു വർഷം. 10% per annum എന്നാണ് പറയുന്നത്. നമ്മൾ ഹാഫ് ഇയർ ആയതുകൊണ്ട് ഒരു വർഷം 5% എന്നുള്ള രീതിയിൽ, അതായത് അർദ്ധവാർഷികത്തിൽ 5% എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ വർഷം ഇരട്ടിയാക്കുക, ശതമാനം അതായത് റേറ്റ് പകുതിയാക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 8,000 രൂപയ്ക്ക് 3 വർഷത്തേക്ക് 5% പലിശയാണെങ്കിൽ എത്ര രൂപ വരും എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഹാഫ് ഇയർലി നമുക്ക് നോർമൽ ഇയർ പോലെ ചെയ്യുന്ന പോലെ ചെയ്യാം. ഇനി 3 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എളുപ്പവഴി പഠിച്ചിട്ടുണ്ട്. നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ പഠിച്ചിരുന്നു. 1 3 3 1. ഇതെങ്ങനെയാണ് വന്നത്? ആദ്യം 1 എഴുതും, 1 1 എഴുതും, അതിനുശേഷം 1 2 1, ഇത് 2 കൂട്ടും നടുക്ക് എഴുതും, അടുത്ത 1 താഴെ എഴുതും. ഇവിടെ വരുമ്പോൾ 1 1 2 3 2 1 3 1 താഴെ എഴുതും. അപ്പോൾ 3 വർഷത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. 1 3 3 1. ഇതിനെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? പലിശ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ 3 3 1 എടുക്കുക, 3 3 1 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എത്ര രൂപയാണ് പറഞ്ഞിരിക്കുന്നത്? 8,000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. 5% പലിശ വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം 8,000 രൂപയുടെ 5% എടുക്കണം. എത്രയാണ് 8,000 രൂപയുടെ 5%? 400 വരും. 8,000 രൂപയുടെ 10% 800 ആണ്, അതിൻ്റെ പകുതി 400 വരും. ഇനി 400ൻ്റെ 5% എടുക്കണം. എത്ര വരും? 400ൻ്റെ 10% 40 ആണ്, 5% 20 വരും. അതിനുശേഷം 20ൻ്റെ 5% എടുക്കണം. 5% എന്ന് പറഞ്ഞാൽ 20ൽ 1 ആണ്. അപ്പോൾ എത്ര വരും? 20നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 എന്ന് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോഡും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം എടുക്കുക. ആകെ നമ്മൾ പലിശയാണ് കണ്ടുപിടിക്കുന്നത്, ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 400 ഇൻറ്റു അതിന് കറക്റ്റായിട്ട് വരുന്ന വാല്യൂ 3 പ്ലസ് 20 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 1 1 എഴുതുക. ഇപ്പോൾ എത്ര വരും? 1200 പ്ലസ് 60 പ്ലസ് 1 1261 എന്ന് വരും. 1261 ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. നമ്മൾ ഇതേ ചോദ്യം കോമ്പൗണ്ട് സ്പെഷ്യലായിട്ട് ചെയ്ത ഒരു വീഡിയോയിൽ ചാനൽ ചെയ്ത വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1261 എന്ന് ശരി ഉത്തരം കിട്ടിയവർ ഒരു മാർക്കായിട്ട് കൂട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? 25 women can complete a work in 6 days. In how many days will 30 women can complete that work?
അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള M1 D1 = M2 D2 എന്നുള്ള ഇക്വേഷനാണ്. ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ്. ടോട്ടൽ വർക്ക് സെയിം ആണെങ്കിൽ M1 ആൾക്കാർ D1 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയും M2 ആൾക്കാർ D2 ദിവസം കൊണ്ട് ചേർക്കുന്ന ജോലിയും തുല്യമാണ്. അപ്പോൾ 25 സ്ത്രീകൾക്ക് 6 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 30 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദ്യം. എത്ര വരും? ആ ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. D2 എന്ന് പറയുമ്പോൾ 25 × 6 / 30. 6 5 ആണ് 30, അപ്പോൾ 5 × 5 ആണ് 25. 5 എന്ന ആൻസർ വരും. 30 ആൾക്കാർക്ക് ആ ജോലി ചെയ്യാൻ 5 ദിവസം മതി. ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് പഠിച്ച ടൈപ്പാണ്. നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഇതും ശരിയുത്തരം കിട്ടിയൊരു 1 മാർക്കായിട്ട് കൂട്ടുക. അവസാന ചോദ്യം എന്താണ്? ഇൻ എ ഹോസ്റ്റൽ ദർ ഈസ് ഇനഫ് ഫുഡ് ഫോർ 50 സ്റ്റുഡൻസ് ടു ലാസ്റ്റ് ഫോർ 30 days. After 6 days, 25 more students are admitted to the hostel. Now, how many more days the food is going to last? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 50 കുട്ടികൾക്ക് 30 ദിവസം കഴിക്കാനുള്ള ഫുഡ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഫുഡ്. ആഫ്റ്റർ 6 days, 25 more students are admitted. അപ്പോൾ ആദ്യത്തെ 6 ദിവസം ഈ 50 കുട്ടികൾ മാത്രമാണ് ഫുഡ് കഴിച്ചത്. 50 × 6 യൂണിറ്റ് ഫുഡ് അവിടുന്ന് അവർ ഭക്ഷിച്ച് കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് എത്രയുണ്ട്? 50 പേർക്ക് 30 ദിവസം കഴിക്കാനുള്ള ഫുഡിൽ നിന്നും 50 പേര് ആദ്യത്തെ 6 ദിവസം കഴിച്ചപ്പോൾ അത്രയും ഫുഡ് കുറഞ്ഞു. ബാക്കി 50 × 24 യൂണിറ്റ് ഫുഡ് ശേഷിക്കുന്നുണ്ട്. ഈ 50 × 24 യൂണിറ്റ് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ എത്ര പേരുണ്ട്? 50നേക്കാൾ 25 പേർ കൂടി കൂടുതലായിട്ട് വന്നു. 25 പ്ലസ് വന്നു. അതായത് മൊത്തം 75 പേരായി. അവർ എത്ര ദിവസം കൊണ്ട് കഴിക്കുമെന്നാണ് ചോദ്യം. അതായത് 50 × 24 = 75 × D2. ഏത് ഇക്വേഷനാണ്? M1 D1 = M2 D2. അപ്പോൾ D2 എത്ര വരും? 50 × 24 / 75 എന്ന് വരും. 25 3 ആണ് 75, 25 2 ആണ് 50. 3 × 8 ആണ് 24, 8 × 2 16 ഡേയ്സ് എന്ന ആൻസർ വരും. ഇതേ ചോദ്യം തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. സി ഓപ്ഷൻ ആയിരുന്നു കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതും ശരിയാക്കിയവർ 1 മാർക്കായിട്ട് കൂട്ടുക. അപ്പോൾ നമ്മളെല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ടോട്ടൽ 15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യസമയത്തിനുള്ളിൽ ചെയ്ത് എത്ര സ്കോർ കിട്ടി എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് പ്രയോജനപ്പെടുന്ന പരമാവധി കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഇതുപോലൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.